നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നല്ലോണം ഒരുപാട് വെയിറ്റ് ഉള്ളവർക്ക്, ഒരുപാട് വയറുള്ളവർക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ ഈസി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഭക്ഷണം കഴിക്കാതെ വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത് ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. ഒത്തിരി അധികം വെയിറ്റ് ഉള്ളവർക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ നല്ലത് പെട്ടെന്ന് ഡയറ്റിലോട്ട് കിടക്കുമ്പോൾ നമ്മൾ ഭക്ഷണം വല്ലാതെ അങ്ങ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം തോന്നുന്നതിന് കാരണമാവും. അപ്പോൾ ഒത്തിരി വെയിറ്റ് ഉള്ളവർ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എപ്പോഴും പോർഷൻ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് വെയിറ്റ് കുറയ്ക്കേണ്ടത്. ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക, 3 നേരമേ ഭക്ഷണം എടുക്കാവുള്ളൂ. അതിനിടയിലുള്ള ടൈം ഇൻ്റർവെൽ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുക. ഒരു 3-3.5 മണിക്കൂർ ടൈം ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് ഭക്ഷണം കഴിക്കുക. അതിനിടയിൽ സ്നാക്കിങ് ചെയ്യാതിരിക്കുക. ഒത്തിരി വിശക്കുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് കോഫിയോ ബ്ലാക്ക് ടീയോ വിത്തൗട്ട് ഷുഗർ എടുക്കുക. ഇതല്ലാതെ ഒരു തരത്തിലുള്ള സ്നാക്കിങ്ങും എടുക്കാതെ ഇൻ ബിറ്റ്വീൻ കറക്റ്റ് ടൈം ഇൻ്റർവെൽ കൊടുത്തുകൊണ്ട് 3 നേരവും അത്യാവശ്യം നല്ലോണം ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള വർക്കൗട്ട് ഫോളോ ചെയ്യലും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യലുമാണ് ഇതിന് റിസൾട്ട് തരുന്നത്. ഇതിനോടൊപ്പം നമ്മുടെ കഴിഞ്ഞ വർക്കൗട്ട് സീരീസിൻ്റെ വർക്കൗട്ട് ലിങ്ക് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ വർക്കൗട്ട് വീഡിയോ എടുത്തിട്ട് 2 റിപ്പീറ്റേഷൻ വീതം ചെയ്യാം. ഇങ്ങനെ ഒരു 10 ദിവസം ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു 5 കിലോ കുറച്ചെടുക്കാൻ സാധിക്കും. ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഈ പറഞ്ഞ റൂൾസ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. വൈകുന്നേരം 6 മണിക്ക് മുൻപായിട്ട് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. 6 PM മുൻപായിട്ട് ഒരു 2.5 ലിറ്റർ വെള്ളം കുടിച്ചിട്ടുണ്ടായിരിക്കണം. കറക്റ്റായിട്ട് അളന്ന് വെച്ച് കുടിച്ചേക്കുക. ഇതെപ്പോഴും പറയുന്നതാണ്, വെള്ളം കറക്റ്റായിട്ട് കുടിക്കണം എന്നുള്ളത്. വെള്ളം കറക്റ്റായിട്ട് കുടിക്കാതിരിക്കുക, ഓവർ സ്ട്രെസ്ഡ് ആയിരിക്കുക, ഉറക്കമില്ലാതിരിക്കുക, ബോഡിക്ക് റെസ്റ്റ് കൊടുക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാരണങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് വെയിറ്റ് റിഡക്ഷൻ വരില്ല. നിങ്ങൾ എന്തെങ്കിലും ആൻറ്റിബയോട്ടിക് എടുക്കുന്നുണ്ടെങ്കിൽ വെയിറ്റ് റിഡക്ഷൻ കാണിക്കില്ല. സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നുണ്ടെങ്കിൽ വെയിറ്റ് റിഡക്ഷൻ കാണിക്കില്ല. നിങ്ങൾ എന്തെങ്കിലും മൾട്ടി വിറ്റാമിൻ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, വെയിറ്റ് റിഡക്ഷൻ കാണിച്ചോളും. നിങ്ങൾ തൈറോയിഡിൻ്റെ മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല, വെയിറ്റ് റിഡക്ഷൻ കാണിച്ചോളും. നിങ്ങൾ ഡയബറ്റിക് ആണെങ്കിലും നിങ്ങൾ വിചാരിച്ച പോലുള്ള ഒരു വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാവില്ല. ഇതൊഴിച്ചുള്ള എല്ലാ സാഹചര്യത്തിലും നിങ്ങൾ വിചാരിച്ചൊരു വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കുക, ടൈം ഇൻ്റർവെൽ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുക. ഒരു ഭക്ഷണത്തിന് ശേഷം ഇടനേരങ്ങളിൽ പോയിട്ട് ചിപ്സ് എടുത്ത് കഴിക്കുകയോ നട്ട്സ് എടുത്ത് കഴിക്കുകയോ എന്തെങ്കിലും കൈൻഡ് ഓഫ് സ്നാക്കിങ് ചെയ്യുക. ഇപ്പോൾ വട കഴിക്കുക, അല്ലെങ്കിൽ അത് മാത്രമല്ലേ ഞാൻ കഴിച്ചുള്ളൂ, ഒരു ചോക്ലേറ്റിൻ്റെ കഷ്ണം മാത്രമല്ലേ കഴിച്ചുള്ളൂ തുടങ്ങിയ എക്സ്ക്യൂസസ് പറയാതിരിക്കുക. നിങ്ങളുമായിട്ട് തന്നെ ഒരു ഡീൽ ഉണ്ടാക്കിയിട്ട് ഇത്രയും ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ ഞാൻ ഈ വക ചീറ്റിംഗ് ഒന്നും ചെയ്യില്ല എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ഈ ഒരു ഡയറ്റ് പ്ലാൻ എടുക്കുകയാണെങ്കിൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ. ഒരു ഫേക്ക് പ്രോമിസസും ഇല്ല. നിങ്ങളിത് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. നിങ്ങളിത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തിയാൽ മതി, നിങ്ങൾക്ക് നല്ല റിസൾട്ട് വേണമെങ്കിൽ. 10 ദിവസം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ 5 കിലോ റിഡക്ഷൻ ഉണ്ടായിരിക്കും. അപ്പം ഇനി ഡയറ്റിലോട്ട് പോവാണ്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒരു തരത്തിലുള്ള ആഡ് ഓൺ എക്സെട്രാ ന്യൂട്രീഷനോ ഒന്നുമില്ല. ജസ്റ്റ് നോർമലി നമ്മുടെ വീട്ടിലെടുക്കാൻ പറ്റിയിട്ടുള്ള സാധാരണ ഡയറ്റ് പ്ലാനാണ് കേട്ടോ. കാർബണിൻ്റെ 2 നേരം കാർബോഹൈഡ്രേറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഹെവി കാർബൊന്നുമല്ല, ലൈറ്റായിട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഇഡ്ഡലി കഴിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡയറ്റ് ചെയ്യുന്നത്. ഇഡ്ഡലി എന്ന് പറയുന്നത് ഒത്തിരി ന്യൂട്രീഷൻ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ചെറിയ ഇഡ്ഡലി ആണെങ്കിൽ നിങ്ങൾക്ക് 3 ഇഡ്ഡലി വരെ കഴിക്കാം. അതിൻ്റെ കൂടെ ചട്നി കഴിക്കാം. അതിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് കോഫി അല്ലെങ്കിൽ ബ്ലാക്ക് ടീ വിത്തൗട്ട് ഷുഗർ എടുക്കാം. സാധാരണക്കാരുടെ ഡയറ്റ് പ്ലാനാണ് ഈ പറയുന്നത് കേട്ടോ. എപ്പോഴും ചോദിക്കുന്നതാണ്, സാധാരണക്കാരുടെ ഒരു ഡയറ്റ് പ്ലാൻ പറയുന്നു. സോ ദിസ് ഈസ് എ സാധാരണക്കാരുടെ ഡയറ്റ് പ്ലാനാണ്. ഞാൻ എടുക്കും, നിങ്ങൾക്കും എടുക്കാം. ഞാനും ഒരു സാധാരണക്കാരിയാണ്. എല്ലാവർക്കും പറ്റിയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണ്. അപ്പോൾ ഇതിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 3 ചെറിയ ഇഡ്ഡലി ആണെങ്കിൽ 3 എണ്ണം, വലിയ ഇഡ്ഡലിയാണ് നിങ്ങൾ കഴിക്കുന്നത് എങ്കിൽ 2 ഇഡ്ഡലി, അതിൻ്റെ കൂടെ ചട്നി എടുക്കാം. അതിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് കോഫി അല്ലെങ്കിൽ ബ്ലാക്ക് ടീ വിത്തൗട്ട് ഷുഗർ എടുക്കാം. എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു ഡയറ്റാണ് കേട്ടോ. മോർണിംഗ് 8:30ക്കാണ് ബ്രേക്ക്ഫാസ്റ്റ്. കറക്റ്റ് 8:30 എന്നൊരു സമയം ഉണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം 1:30 വരെ നോ അതർ ഡ്രിങ്ക്സ് ആൻഡ് ഫുഡ്സ് എക്സെപ്റ്റ് വാട്ടർ. വെള്ളമല്ലാതെ അതിനിടയിൽ ഒരു തരത്തിലുള്ള ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതല്ല. ലഞ്ചായിട്ട് നമ്മൾ എടുക്കുന്നത് 2 ആട്ടദോശ അല്ലെങ്കിൽ ഓട്സ് റാഗി ദോശ അല്ലെങ്കിൽ വെറും റാഗി ദോശ, എന്ത് വേണമെങ്കിലും എടുക്കാം. അതിൻ്റെ കൂടെ ഒരു ഗ്രീൻ ലീഫി വെജിറ്റബിളിൻ്റെ ഒരു സൈഡ് ഡിഷ് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. ഇതല്ലാതെ എന്തെടുക്കാം, ഒരു ഗ്രീൻ സാലഡ് എടുക്കാം. എന്തെങ്കിലും ഒരു ഗ്രീൻ സാലഡ് 2 ടേബിൾ സ്പൂൺ. ഇനി നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കറി അല്ലെങ്കിൽ ഒരു ഫിഷ് കറി എടുക്കാം.
ഫിഷ് കറിയാണ് എടുക്കുന്നത് എങ്കിൽ അതിൽ 2 മീഡിയം സൈസ് ഫിഷിൻ്റെ പീസസ് മാത്രമേ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. ഫിഷ് കറിയാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ധാരാളമായിട്ട് ഫിഷാണ് കഴിച്ചത്, അല്ലെങ്കിൽ വെജിറ്റബിൾ കറിയാണ് എടുത്തത്, ഞാൻ ധാരാളമായിട്ട് വെജിറ്റബിളാണ് കഴിച്ചത് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. ആ 2 ദോശ കഴിക്കാൻ പാകത്തിന് വെജിറ്റബിൾ കറി അല്ലെങ്കിൽ ഫിഷ് കറി. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ചിലവർ ഞാൻ ചോറ് എടുക്കാറില്ല അല്ലെങ്കിൽ ചോറ് വളരെ കുറച്ചാണ് എടുത്തത്, പകരം ഞാൻ ചെറുപയർ കറിയാണ് ധാരാളമായിട്ട് കഴിച്ചത് എന്ന് പറയാറുണ്ട്. ഈ ചെറുപയറിന് നല്ലോണം കാലറി ഉണ്ട്, അല്ലെങ്കിൽ പരിപ്പ് വർഗ്ഗങ്ങൾക്ക് അത്യാവശ്യം നല്ലോണം കാലറി ഉണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾ ചോറ് കഴിക്കുന്നതാണ് നല്ലത്. ഓക്കെ, എക്സസ് പ്രോട്ടീനും നമുക്ക് ഫാറ്റാണ്, എക്സസ് കാർബോഹൈഡ്രേറ്റും ഫാറ്റാണ്. നമ്മൾ കഴിക്കുന്ന ഫാറ്റും ഉപയോഗിച്ചില്ലെങ്കിൽ കൺവേർട്ടഡ് ആവാത്ത എനർജി ആണെങ്കിൽ അതും ഫാറ്റാണ്. ഇതൊക്കെ ബോഡിയിൽ അവിടെ എവിടെയായിട്ട് അക്യുമുലേറ്റഡ് ആവുക തന്നെ ചെയ്യും. സോ ഇൻ ഫ്യൂച്ചറിൽ ഇതൊക്കെ നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ആണ് കാണിക്കുക. അപ്പോൾ എക്സസ് ആയിട്ട് കഴിക്കുന്ന ഒരു ഭക്ഷണവും നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് 2 ദോശ കഴിക്കാൻ പറഞ്ഞ് നമ്മൾ കാലറി കട്ട് ചെയ്യുമ്പോൾ ആ ദോശയ്ക്ക് അനുസരിച്ച് ഉള്ള കറി മാത്രം കഴിക്കുക. കറി ധാരാളമായിട്ട് കഴിച്ചിട്ട് ഞാൻ 2 ദോശ മാത്രമേ കഴിച്ചുള്ളൂ എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ. ഇനി ലഞ്ച് കഴിഞ്ഞതിന് ശേഷം ഡിന്നർ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇടനേരത്ത് ഒരു കോഫിയോ ഒരു ടീയോ വിത്തൗട്ട് ഷുഗർ ഉണ്ടാക്കി കഴിക്കാം. തല തിരിയുന്നു, തലവേദനിക്കുന്നു, ടയർഡാവുന്നു എന്നൊക്കെ തോന്നുന്നവർക്ക് ആ ബ്ലാക്ക് കോഫി കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതിനുശേഷം നൈറ്റ് ഡിന്നറാണ്. അറ്റ് 7 PM നിങ്ങൾ ഡിന്നർ എടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മോർണിംഗ് 8:30 വരെ വേറെ ഭക്ഷണങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ദാഹിക്കുന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കാം. 2.5 ലിറ്റർ വെള്ളം 6 മണിക്ക് മുൻപ് കുടിച്ച് തീർത്തിരിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ദാഹിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും വെള്ളം കുടിക്കാവുന്നതാണ്. നല്ല പോലെ ഉറക്കം കിട്ടണം. ഒരു 5 to 7 hours ഡീപ്പ് സ്ലീപ്പ് കിട്ടിയിരിക്കണം. സ്ട്രെസ് ഉണ്ടായിരിക്കരുത്. സ്ട്രെസ് ഈറ്റിംഗ് തീരെ പാടില്ല. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സ്ട്രെസ് ഫീൽ ചെയ്യുന്നു, എന്തെങ്കിലും നൈറ്റിലെടുത്ത് കഴിക്കണം എന്നോ അല്ലെങ്കിൽ സ്നാക്കിങ് ചെയ്യണം എന്നോ തീരെ പാടില്ല. കറക്റ്റായിട്ട് ഉറങ്ങണം. പകൽ ഉറങ്ങാൻ പാടില്ല. പകൽ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൈജഷൻ വളരെ സ്ലോ ആവും. അപ്പം നിങ്ങളുടെ ഭക്ഷണം കറക്റ്റായിട്ട് ദഹിച്ച് കിട്ടില്ല. എക്സസൈസ് ചെയ്യുന്നത് 2 നേരം നിങ്ങൾ ഓരോ മണിക്കൂർ എക്സസൈസ് ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും. അതല്ല നിങ്ങൾക്ക് ഒരു നേരെ ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ ഭക്ഷണം കഴിച്ച് 3.5 മണിക്കൂറിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. മോർണിംഗ് എംപ്റ്റി സ്റ്റൊമക്കിൽ വർക്കൗട്ട് ചെയ്യുന്നതും നല്ലതാണ്. കിടക്കുന്നതിന് 1/2 മണിക്കൂർ മുൻപ് വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം റിലാക്സ് ചെയ്ത് ബോഡി റൂം ടെമ്പറേച്ചറിൽ വന്നതിന് ശേഷം കുളിച്ചതിന് ശേഷം ഉറങ്ങുകയും ആവാം. വർക്കൗട്ട് ചെയ്യുന്നതിനുള്ള നിയമങ്ങൾ ഇതൊക്കെയാണ്. ഒന്നുകിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത് എപ്പോഴും രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി നിങ്ങൾ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ ഈവനിങ്ങോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു എങ്കിൽ 3.5 മണിക്കൂർ വെയിറ്റ് ചെയ്യൂ. അതിനുശേഷം വർക്കൗട്ട് ചെയ്തോളൂ. വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ, ഇപ്പോൾ രാവിലെ ഭക്ഷണം കഴിച്ചു, അതിനുശേഷം 3.5 മണിക്കൂറിന് ശേഷം വർക്കൗട്ട് ചെയ്തു, ഇനി നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ 1/2 മണിക്കൂറിന് ശേഷമേ ഭക്ഷണം കഴിക്കാവൂ, ഉറങ്ങാവൂ, കുളിക്കാവൂ. അപ്പോൾ നൈറ്റാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത്, ഭക്ഷണമൊക്കെ കഴിഞ്ഞു 3.5 മണിക്കൂറിന് ശേഷം നിങ്ങൾ വർക്കൗട്ട് ചെയ്തു, നിങ്ങൾക്ക് ഉറങ്ങാൻ പോകണമെങ്കിൽ 1/2 മണിക്കൂർ ഇരുന്നതിന് ശേഷം ബോഡി റൂം ടെമ്പറേച്ചറിന് വന്നതിന് ശേഷം മേല് കഴുകി നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ്. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ഇതിൽ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ രീതി എങ്ങനെയാണെന്ന് പറഞ്ഞു, എങ്ങനെ നിങ്ങൾക്കൊരു 3 മീൽ ഡയറ്റ് പ്ലാൻ കൺട്രോൾഡ് ആയിട്ട് എടുക്കാം എന്ന് പറഞ്ഞു. ഈ ഒരു സ്മൂത്തി തന്നെ, ആപ്പിൾ കുക്കുംബർ സ്മൂത്തി തന്നെ എടുത്തോളണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്മൂത്തി എടുക്കാം. ലോ കാലറി വെജിറ്റബിൾ ഫ്രൂട്ട്സ് വെച്ചിട്ട് സ്മൂത്തി എടുക്കുന്നതാണ്, ദിവസേന എടുക്കുന്നതാണ് വളരെ നല്ലത്. ഇനി ഒരു തെറ്റിദ്ധാരണ കൂടി ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. നമുക്കെപ്പോഴും വിചാരമുണ്ട് നമ്മൾ വൈറ്റ് ഷുഗർ കഴിക്കുന്നത് മാത്രമാണ് ഡയബറ്റിക് ആക്കുന്നത് നമ്മളെ എന്നുള്ളത്. അല്ല, ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടുന്ന ഷുഗറും നമുക്ക് നാച്ചുറൽ ഷുഗറും നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ ഹൈ ആവുന്നതിനുള്ള കാരണമാകുന്നുണ്ട്. അപ്പം നിങ്ങൾ പ്രീ ഡയബറ്റിക് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയബറ്റിക് ടെൻഡൻസി ഉള്ള ഒരു ബോഡി ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഡയബറ്റിക് ആണെങ്കിൽ ഒരിക്കലും ഗ്ലൈസമിക് ഇൻഡെക്സ് ഹൈ ആയിട്ടുള്ള ഫ്രൂട്ടുകൾ എടുക്കാനും പാടില്ല. ഇപ്പോൾ ചോദിക്കും ഏതൊക്കെയാണ് ഗ്ലൈസമിക് ഇൻഡെക്സ് ഹൈ ആയിട്ടുള്ള ഫ്രൂട്ടുകൾ? ഡേറ്റ്സ്, റേസിൻസ്, ഒരു ഭയങ്കര സ്വീറ്റനായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ബനാനയും നമുക്ക് കഴിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഒരു പരിധി വരെ കമ്പാരിറ്റീവ്ലി ഗ്ലൈസമിക് ഇൻഡെക്സ് കമ്പയറിങ് അതർ ഫ്രൂട്ട്സ്, ഗ്ലൈസമിക് ഇൻഡെക്സ് ഏറ്റവും കുറവുള്ള ഫ്രൂട്ടുകൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കാറ്റഗറിയിൽ കുറച്ച് മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് വാട്ടർമെലൺ. സ്ഥിരമായിട്ട് നിങ്ങളൊരു വാട്ടർമെലൺ ജ്യൂസ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഡയബറ്റിക് ആവാനുള്ള സാധ്യതയെ കൂട്ടുകയാണ് ചെയ്യുന്നത്. സോ നമ്മളെപ്പോഴും വിചാരിക്കും ഹൈ ഗ്ലൂക്കോസ് ലെവൽ വരുന്നതിനുള്ള കാരണം ഞാൻ ഷുഗർ കഴിക്കുമ്പോഴാണ്, ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ്, ചോറ് കഴിക്കുമ്പോഴാണ്, ഗ്ലൈസമിക് ഇൻഡെക്സ് ഹൈ ആയിട്ടുള്ള ഇതുപോലുള്ള ഗ്രെയിൻസ് കഴിക്കുമ്പോഴാണ് എന്നൊക്കെ. അത് മാത്രമല്ല,
ദിവസേന നിങ്ങൾ ഫ്രൂട്ട് ജ്യൂസസ് കഴിക്കുന്ന ഒരാളാണെങ്കിലും നിങ്ങൾക്ക് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഹൈ ആവാനുള്ള സാധ്യത ഉണ്ട്. സോ അതുകൂടി അവോയ്ഡ് ചെയ്യേണ്ടത് വെയിറ്റ് റിഡക്ഷനും ഡയബറ്റിക് ആവാതിരിക്കാനും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 ദിവസം കൊണ്ട് 5 കിലോ കുറച്ചെടുക്കാം. അപ്പോൾ ചെയ്യുവാണല്ലോ അല്ലേ. ഇനി ഇതൊക്കെ നേരിട്ട് പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ @the_blogger എന്നാണ് നമ്മുടെ ID. അവിടെ വന്നിട്ട് ഒരു DM ചെയ്താൽ മതി. അപ്പോൾ താങ്ക് യു സോ മച്ച്. ലോഡ്സ് ഓഫ് ലവ്. എല്ലാവരും കെട്ടിപ്പിടിച്ചുമ്മ. അടുത്ത വീഡിയോ വേഗം വരുന്നതായിരിക്കും കേട്ടോ. വെയിറ്റ് ചെയ്യണം. താങ്ക് യു.